മുജാഹിദുകൾ മുബത്തദീകളാണ്. അവരോട് സലാം പറയാൻ പാടില്ല. മരിച്ചാ മയ്യത്ത് കരിക്കരുത്, മരിച്ചാ മയ്യത്ത് സ്കരിക്കരുത്, വിവാഹബന്ധം വരുത്, അർത്ഥം തിന്നരുത്, ഒരുമായി കണ്ടരുത്, ഒരു ബന്ധം ഉണ്ടാകരുത്. എത്രത്തോളം മൂപ്പര് പറഞ്ഞ് ഒരു വീടെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? മുജാഹിദിന്റെ വീടുണ്ടോ നോക്കണം, അവിടെ നിന്നുണ്ടെങ്കിൽ സ്ഥലം വിറ്റ് പോകണം. മുജാഹിദിന്റെ വീടുണ്ടെങ്കിൽ അവിടുന്ന് സ്ഥലം വിറ്റ് പോയിക്കൊള്ളണം എന്നാണ്. വീടെടുക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധ അതാണ്. മുജാഹിദുണ്ടോ അയൽവാസി, എന്നാ അവിടെ വേണ്ട, ഭയങ്കര അപകടം, മുട്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മയ്യത്ത് കരിക്കാൻ പാടില്ല, എല്ലാ തോന്നിയാസവും ഇവര് പറയും. എന്നാലോ താരം കിട്ടിയവരിതൊക്കെ ചെയ്യൂലേ? ഇവര് സലാം പറയും. ഗൾഫിൽ വന്നാൽ സലാം പറയും. എന്താ സലാം കേൾക്കണ്ടേ? അവിടെയൊക്കെ വന്ന ഓരോ ശൈഖുമാരൻ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈഫ ഹാലക്. ആരോടാ? സലഫികളോട്. നേരിൽ കണ്ടിട്ടുണ്ട് സലഫികളോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈഫ ഹാലക്. ഇവര് തരം കിട്ടിയാൽ എല്ലാം അങ്ങനെയാണ്. സലാം പറയും, തുടർന്ന് നിസ്കരിക്കും, അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കും, എല്ലാ പണിയും നടത്തും. അത് ഞാൻ പറയണ്ട, അത് ഞാൻ പറയണ്ട. ഇവിടെ കുറ്റ്യാടിയിൽ വെച്ച് ഒരു സുന്നി സമ്മേളനം നടന്നു. ആ കുറ്റ്യാടിയിൽ വെച്ചൊരു സുന്നി സമ്മേളനം നടന്നപ്പോ അവിടെ ഒരു ഹുദവി പ്രസംഗിച്ച ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് മുജാഹിദീങ്ങളോട് ബന്ധം പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തനി തട്ടിപ്പാണ്. അവസരത്തിനൊത്ത് വരുതൊക്കെ മാറ്റുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളെ തമ്മിൽ തല്ലിക്കാണ്. ഈ നാദാപുരത്ത് അയൽവാസികളായി കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ തമ്മിൽ തല്ലിക്കുക. ഇവർക്ക് കാര്യമുള്ളവർക്ക് ഇവർ സലാമും പറയും, മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്യും, തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യും. അത് ഇവരുടെ ഒരു തട്ടിപ്പാണ് എന്ന് കൂടെ കടന്ന് രാപ്പനി മനസ്സിലാക്കിയ ഹുദവി തന്നെ പറയട്ടെ. ശ്രദ്ധിക്കാം. സലാം പറയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എന്തായി? സലാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഹജ്ജ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ സിദ്ദീഖ് ഹസൻ വന്നു. സിദ്ദീഖ് ഹസൻ കണ്ടവരും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അങ്ങും ഇങ്ങും കുശലാന്വേഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ലേ, അതിന്റെ സംസ്ഥാന അമീറല്ലേ, മറ്റേയാൾ അഖിലേന്ത്യ അഖില ലോക നേതാവല്ലേ, പറ്റൂ സലാം പറയല്? മുജാഹിദ് നേതാവ് എന്നറിയപ്പെടുന്ന മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന ജനാബ് ഔഖാദർ കുട്ടി നഹാ സാഹിബ്, മുസ്ലിം ലീഗ് നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമാണ്. ആ ഔഖാദർ കുട്ടി നഹാ സാഹിബിന് ഉള്ളാത്തങ്ങൾ എഴുതിയൊരു കത്ത് അതുണ്ട്. ബഹുമാനപ്പെട്ട ഔഖാദർ കുട്ടി നഹാ സാഹിബിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തേ കത്തിലാവുമ്പോൾ സലാം പറയാൻ പറ്റുമോ? ഇങ്ങനെ വിദേഹത്തുകാരോട് അനങ്ങാൻ പാടില്ല, മരിച്ചാൽ നിസ്കരിക്കാൻ പാടില്ല എന്തെല്ലാം പറയുന്ന ഫത്വകൾ, ഇൻഷാ അല്ലാഹ് ഫത്വകൾ ആ ഭാഗം ഞാൻ തൊട്ടിട്ടേ ഇല്ല, അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. സമയമുണ്ടോ ഇപ്പോൾ എന്നറിയില്ല. അപ്പൊ അത് പാടില്ലെന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കും ചെയ്യുന്നുണ്ട്. മുജാഹിദിന്റെ പേരിൽ, ജമാഅത്തിന്റെ പേരിൽ, മുഅ്തദീന്റെ പേരിൽ നിസ്കാരം ഹറാം, പണ്ഡിതന് ഹറാം, ആമിയന് കറാഹത്ത് എന്ന് പറഞ്ഞിട്ട് നാദാപുരത്ത് സൂഫിയാജിയുടെ പേരിൽ നിസ്കരിച്ചു. സൂഫിയാജി മുജാഹിദ് നിസ്കരിച്ച ഇമാമ മുജാഹിദ് 4ാമത്തെ സഫ് രാത്രി തക്ബീർ ഇട്ടിരുന്നാൽ കുഴപ്പമില്ല, 5ലോ 3ലോ ആണെങ്കിലേ കുഴപ്പമുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തക്ബീർ ഇട്ടിരിക്കുക. കേട്ടില്ലേ? അവസരം കിട്ടിയാൽ ഇവിടെ നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് പരിചയമല്ല, നിനക്കറിയാലോ. നാദാപുരത്താണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഇവിടെ നിസ്കരിച്ചു, എല്ലായിടത്തും